ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചാനലിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടാടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓട്ടാടയ്ക്ക് തലേന്നക്കത്തെ മീൻകറി ഉണ്ട്, പിന്നെ കടലക്കറി ഉണ്ട്, പിന്നെ തക്കാളിക്കറി. മക്കൾക്ക് മീൻകറി ഒന്നും പറ്റാത്തതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓട്ടാട ഉമ്മ ഗ്യാസ്മലാട്ടോ ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചുടുന്ന ടൈമിൽ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളച്ചപ്പം അരി ഇട്ടെടുക്കാൻ വേണ്ടി അരി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ സാധാ നമ്മുടെ പച്ചവെള്ളത്തിൽ നല്ല പോലെ അരി ഒന്ന് കഴുകിയെടുക്കും. പിന്നെ റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ, തിളച്ച വെള്ളത്തിൽ. അപ്പോൾ റേഷൻ കടയിലത്തെ അരിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേശമ്മൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടാട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടാട ഉണ്ടാക്കുന്ന ദിവസം ഞാൻ നല്ല പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. ഈ ദോശ ഉണ്ടല്ലോ, നമ്മൾ അരി അരച്ചിട്ട് അപ്പം തന്നെ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന നീർദോശ എന്നൊക്കെ പറയുന്ന ആ ദോശ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മുടെ ഉഴുന്ന് ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ലേശം തക്കാളിക്കറി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റാണ്. അപ്പോൾ റേഷൻ കടയിലത്തെ അരിയാകുമ്പോൾ വേവ് ഏറി പോവാതെ തന്നെ എടുക്കണം കേട്ടോ. ഇവിടെ വേവ് ഏറിയാൽ ആർക്കും അങ്ങനെ പറ്റൂല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കഴുകി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ പാത്രമൊക്കെ കഴുകി വെക്കുക. പിന്നെ അതുപോലെ കിച്ചണൊക്കെ നല്ലപോലെ നീറ്റാക്കി ഇടുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കങ്ങനെ കേട്ടോ. ഞാൻ കിച്ചണ് നല്ല പോലെ ക്ലീനായിട്ട് എനിക്ക് കാണണം കേട്ടോ. എന്നാലേ കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യാൻ എനിക്ക് നല്ല പോലെ മൂഡുണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയെന്ന് വെച്ചാൽ കിച്ചണിൽ ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചെയ്യലുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടം കിച്ചണിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അകത്തേക്ക് വന്നിട്ട് അകമൊക്കെ നല്ല പോലെ തന്നെ അടിച്ച് വാരുകയാണ്. അപ്പോൾ ഒരുപാട് ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ ഒരുപാട് ചണ്ടിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ എല്ലാ മുക്കും മൂലയും ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ചു വാരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നായിട്ട് തന്നെ വാഷ് ബേസും പിന്നെ അതുപോലെ ബാത്റൂമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അങ്ങനെ വാഷ് ബേസൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ തുടക്കുകയാണ് കേട്ടോ.
അങ്ങനെ എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് എനിക്ക് തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ തിരുമ്പി വേഗം തന്നെ ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ മീനൊക്കെ മുറിച്ചിട്ട് കറിക്കുള്ളത് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തീയൊക്കെ നല്ല ഇതിൽ തന്നെ ഇതാ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അയല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതാ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഒരുപാട് കറിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മീൻ പൊരിച്ചത് കറി അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മീൻ മസാല കുഴക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കും കേട്ടോ, സുർക്ക. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ പൊരിക്കണതിൽ സുർക്ക ഒഴിച്ചിട്ട് മീൻ പൊരിച്ചെടുക്കാൻ. അപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കറിയൊക്കെ നല്ല പോലെ തിളച്ചപ്പോൾ മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മീൻ വെന്തപ്പോൾ ഇതാ കറിയിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയിലാട്ടോ കറി വറവിട്ടെടുക്കൽ. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം ഇതാ കറി വെച്ച അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ മൺപാത്രത്തിലാട്ടോ കുടിക്കാനുള്ള വെള്ളം വെക്കൽ. അതിപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ അത് തിളച്ചോളും. പിന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ ഈ അടുപ്പത്താട്ടോ, ഈ അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് വെക്കൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അവിടെയൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്, തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.